എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ പിന്നെയും ഒരു മൈൻക്രാഫ്റ്റ് വീഡിയോയിലേക്ക് പിന്നെയും വന്നിരിക്കുന്നു. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാനൊരു സർവൈവൽ മോഡിൽ ഒരു വേൾഡ് അങ്ങ് ക്രിയേറ്റ് ചെയ്യാൻ പോകും. എന്നിട്ട് അന്നത്തെ ഓൺലി സർവൈവൽ മോഡ് ക്രിയേറ്റ് ഒന്നുമല്ല, സർവൈവൽ മോഡാണ് നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നത്. പിന്നെ എനിക്കൊരു സന്തോഷ വാർത്ത, നിങ്ങൾക്ക് ഞാനത് പങ്കിടാം. സംഭവം പറഞ്ഞാൽ ഞാനൊരു എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു, മൈ ഓൾഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് 1K വ്യൂസായി. താങ്ക് യു ബ്രോ. എല്ലാവരും കണ്ടിട്ടുണ്ട്. 1K എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ആദ്യമായിട്ടാണ് വീഡിയോയിൽ 1K വ്യൂസ്. അപ്പം നന്ദിയുണ്ട്. പിന്നെ ഞാനൊരു ഷോർട്സ് ഇട്ടായിരുന്നു, അതിന് 1.2K വ്യൂസ്. എല്ലാവർക്കും നന്ദിയുണ്ട്. ഞാൻ ഇന്ന് രാവിലെ എണീക്കാൻ നേരത്തായിരുന്നു ഇത് കണ്ടേ. അപ്പം നന്ദിയുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ എൻഡ് വരെ ലാസ്റ്റ് വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അത്രയൊന്നുമില്ല, ഒരു ഡയമണ്ട് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ വില്ലേജ് വല്ല സ്പോൺ ആവുകയാണെങ്കിൽ നല്ലതായിരുന്നു. നല്ല സ്ഥലം. ഈ സ്ഥലം എനിക്ക് ഇട്ടില്ല. ഇവിടെ സ്നോയിൻ്റെ അടി ഇങ്ങനെ കുഴിഞ്ഞങ്ങ് പോകും. സീനെന്ന് പറഞ്ഞത് അത് കണ്ടോണ്ടോ. ഇതാ സീൻ. നമുക്ക് തടി എടുക്കണം. ഇവിടെ കുറേ അവിടെ മരമുണ്ട്. മരം. നമുക്ക് കുറച്ചധികം മരങ്ങൾ വെട്ടി നശിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഓടോട് സ്റ്റക്കുണ്ട്. അവനങ്ങ് വെട്ടിയാലോ. ഓടടി. എൻ്റെ ദൈവമേ, സ്റ്റക്കാ കിട്ടിയിട്ട് അവിടെ സൗണ്ട് കേൾക്കുന്നത്. നീനെ കൊല്ലുവാ. അവിടെ കുഞ്ഞു ഉരുപ്പം ഉണ്ടായിരുന്നോ? ഞാനത് കണ്ടില്ല. ഞാൻ മറ്റേനെ മാത്രമേ കണ്ടുള്ളൂ. അവിടെ എൻ്റെ ഹാർട്ടും കളഞ്ഞ്, എൻ്റെ വിശപ്പും കളഞ്ഞ്. പിന്നെ പരിപാടി നമുക്കിപ്പോൾ തടി അങ്ങ് വെട്ടി നമുക്ക് സെറ്റാക്കാം. നമുക്ക് ആദ്യം എനിക്ക് ചെറുതായിട്ടേ കളിക്കാൻ അറിഞ്ഞുള്ളൂ, അത്ര ഇതൊന്നും അറിഞ്ഞൂടാ. നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. പിന്നെ നമുക്കിച്ചിരി ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കിയാൽ നമുക്കിത് കിട്ടും. നമുക്കൊരു സ്റ്റിക്ക് കിട്ടി. നമുക്കിപ്പോൾ 8 ഇതായിട്ടുണ്ട്. മതിയായിരിക്കും. മതിയില്ലേ? മതി, അതൊക്കെ ധാരാളം അല്ലേ? നമുക്ക് 8 ഇതായിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റിയിട്ട് ഇച്ചിരി വുഡൻ പ്ലാങ്ക് അങ്ങനെ കണ്ടാ പറയുന്ന സംഭവം എടുക്കാം. ഉള്ളൂ. ഓക്കെ, സെറ്റ്. സ്റ്റിക്ക് ഉണ്ടാക്കണം ശകല. ഒരു മതി. ഇതൊക്കെ മതി. നമുക്കിനിയും ഇനി ഉണ്ടാക്കണ്ടേ? ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റ്. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇട്ട് നമുക്ക് എന്തെങ്കിലും എല്ലാം വാങ്ങാം. നമുക്ക് ഇരുവാളൊക്കെ വാങ്ങാം. എന്ത് ചെയ്യാം? ഒരു സോഡ്, ആക്സ്, പിക്കാക്സ്. ഇത് വേണ്ട. തൽക്കാലം ഇതൊന്നും വേണ്ടായിരിക്കും. പൊട്ടിച്ചെടുക്കാം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോൺ ആവണം. സ്റ്റോൺ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ ലെവലിൽ ഇങ്ങനെ പോകണം. നമുക്കിനിയും കുറച്ചധികം മരങ്ങൾ വെട്ടേണ്ടിയിരിക്കുന്നു. അപ്പം എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കണ്ടുപിടിക്കുക. വില്ലേജ് കിട്ടുവാണെങ്കിൽ സീനില്ല. വില്ലേജ് കിട്ടുവാണെങ്കിൽ നല്ലതാ. സൂപ്പർ. ഇതിപ്പോൾ ഫുഡൊന്ന് സെറ്റാക്കണം. പിന്നെ എൻ്റെ ഹെൽത്ത് ഇച്ചിരി കുറഞ്ഞിരിക്കുക. ഇച്ചിരി വുഡൻ പ്ലാങ്ക് കുറേ എടുത്തുകൊണ്ട് പോകാം. നല്ല ആവശ്യം വന്നാലും നമുക്ക് പിന്നെ വീടൊക്കെ വെക്കണ്ടേ. ഇച്ചിരി സെറ്റായിട്ട് വേണം വീടൊക്കെ വെക്കാൻ. പിന്നെ കുറേ അങ്ങ് എടുക്കാം. നമുക്ക് ഫുള്ളങ്ങ് എടുക്കാം. നമുക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? പിന്നെ എടുത്തേക്കാം. നല്ല ആവശ്യം വന്നാലോ. കുറച്ചധികം എടുക്കുക. ഇതിൽ ആക്സ് ഉണ്ടല്ലോ, ഞാൻ വെറുതെ ഇരുന്ന് കൈയും കൊണ്ടാണ് ഞാൻ പൊട്ടിച്ച്. ആക്സ് ഉണ്ടായിട്ട് ഞാൻ കൈയും കൊണ്ടാണ് പൊട്ടിച്ചത്. ഓക്കെ,
കമോൺ. നമുക്കിപ്പോൾ ഷീപ്പ് ഉണ്ടെങ്കിൽ ഷീപ്പിനെ കൊന്ന് ഞാൻ ഒരു ഷീപ്പിനെ കൊന്ന് അതിൽ എനിക്ക് ഒരു ഇത് കിട്ടി ബൂള്. നമുക്ക് ഇനി 2 കൂടെ കൊല്ലണം, എന്നാലേ നമുക്ക് ബെഡിൻ്റെ കാര്യത്തിൽ തീരുമാനം. തന്നെ ഇവിടെ ഒരു വരി. നമുക്ക് സ്റ്റോൺ അങ്ങ് പൊട്ടിച്ചെടുത്താലോ. സ്റ്റോൺ അങ്ങ് പൊട്ടിക്കാം. കുറേ സ്റ്റോൺ ഉണ്ടല്ലോ. സ്റ്റോൺ അങ്ങ് പൊട്ടിക്കാം. കേവാ ബ്രോ, ഇത് കേവാ അല്ലേ? കേവല്ലേ? കേവാ. വല്ല ഡയമണ്ട് കിട്ടിയാൽ കൊള്ളായിരുന്നു. നമുക്ക് മണ്ടായിരുന്ന വില പറിക്കും. ഏറ്റവും സീൻ എന്ന് പറഞ്ഞാൽ ഇവരുണ്ടല്ലോ, ക്രീപ്പർ എല്ലാം ബാക്കിൽ നിന്ന് വന്നാൽ പിന്നെ പണിയാ. സൗണ്ടൊക്കെ നമുക്ക് കുറച്ചധികം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം സെറ്റാക്കണം. ഡയമണ്ടോ കോളോ എല്ലാം കിട്ടുവാണെ സീനില്ലായിരുന്നു. നമുക്ക് ടോർച്ചൊക്കെ ഉണ്ടാക്കണ്ടേ? ടോർച്ച് കുറേ വേണമെന്നാ തോന്നുന്നു എനിക്ക്. സ്റ്റോൺ കുറേ പൊട്ടിക്കാം നമുക്കിപ്പോൾ. മതിയോ? 28ആയി. നമുക്കെന്നാ ഉണ്ടാക്കിയാലോ? നമുക്കെന്നാ ഇവിടെ കമ്പ് വേണം. കമ്പില്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പം 4 ഉണ്ട്. ഇച്ചിരി ഉണ്ടാക്കിയേക്കാം അല്ലേ? ഒരു ആക്സ്, സോഡ്, പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റില്ല. സ്റ്റിക്ക് വേണം. 1 2 6. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ടോ? സെറ്റ്. ഇപ്പം എല്ലാം കറക്റ്റായെന്നാ തോന്നുന്നത്. ആയില്ലേ? ആയോ? ആയി. നമുക്കൊന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തോണ്ട് പോകണം. ഇതാദ്യം ഒന്ന് സെറ്റാക്കട്ടെ. സ്റ്റിക്കുണ്ട്, ഇതെടുത്ത് ഇവിടെ വെക്കാം. ഓക്കെ, ഓൾ സെറ്റ്. നമ്മുടെ ഈ തടിയും കൊണ്ടുണ്ടാക്കിയ ആക്സ് പൊട്ടുമ്പോൾ നമുക്ക് ഇതെടുക്കാം അല്ലേ? ഇച്ചിരി കൂടെ മൈൻ ചെയ്യണോ? എനിക്കതാ, ഇച്ചിരി കൂടെ മൈൻ ചെയ്തേക്കാം. വേണോ? 2 കൂടെ പൊട്ടിച്ച് നമുക്കങ്ങ് പോവാം. ഈ സൈഡങ്ങ് തീർക്കാം ഫുള്ള്. ഒരാവശ്യം വന്നാലോ. അപ്പോൾ ഏറ്റവും മെയിൻ ആവശ്യം ഫുഡ് എങ്ങനെയെങ്കിലും തപ്പണം. ഏതെങ്കിലും പശു, ആടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പിടിച്ച് അലക്കണം. അതിന് പോവാം. മതി. സ്റ്റോണ മതി. ഇവിടെ ഫുൾ ഐസ്. അതാ സീൻ. എനിക്ക് ഐസുള്ള സ്ഥലം എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. സെറ്റ്. കോഴി മോനെ സുഖമല്ലേ? അപ്പോൾ ഫുഡായിട്ടുണ്ട്. ഫുഡ് തിന്നെ പോലെ. ഇനിയും കുറേ വേണം. ഇനിയും കുറേ ഫുഡ് വേണം. ഒരു പന്നി. 2 പന്നി. സ്വർണത്തിനെ കൊന്ന്. അവിടെ ഉണ്ടല്ലോ. അതെ, ഷീപ്പ്. അതോ അതിനെ കൂടെ കൊന്ന്. ഇനി നമുക്ക് ഒരു ഷീപ്പിനെ കൂടെ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. അതെ. ഫുഡിൻ്റെ കാര്യത്തിൽ ഏകദേശം സെറ്റായെന്നാ തോന്നുന്നു. അതുപോലെ ഇതെന്നാണ് ഇങ്ങനെ? 2 കിട്ടി ബ്രോ. സെറ്റ്. നമുക്ക് ഫുഡൊന്ന് സെറ്റാക്കാം. ഫുഡെല്ലാം ഓക്കെ ആണെന്നാ തോന്നുന്നത്. ഫുഡൊക്കെ ഓക്കെ. നമുക്ക് ഇനി ബെഡിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണം. ഞാൻ കൊന്നേക്കാം. നല്ല ആവശ്യം വരുവാണ്. ഷീപ്പല്ലേ? ഷീപ്പ് കിട്ടി. അത് പോകുന്ന മുമ്പ് എടുക്കണം. എന്ത് കറങ്ങുന്നു. കൊല്ല്. യെസ്, സെറ്റ്. ബെഡായില്ലേ? ബെഡായില്ല. 2 ഉള്ളോ? അതെന്നാ പരിപാടിയാ? അതെ, ഇവിടെ ഉണ്ട്. സോറി. ഇപ്പോൾ 3 ആയി. സീനില്ല. ഇത് മാറ്റി വെച്ചും ടഫ് ടേബിൾ എടുക്കുക. ബെഡ്.
ബെഡ് ഉണ്ടാക്കുക, ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിക്കുക. ഇനി നമുക്കൊന്നും കൂടെ അങ്ങ് പോവാം. ഫുഡ് ശകലവും കൂടെ വേണം. അതിന് സീനില്ലായിരിക്കും. നമുക്ക് നോക്കാം. കാണുന്ന ഏതെങ്കിലും ആൾക്കാരെ അങ്ങ് പോവാം. ആൾക്കാരല്ല, നല്ല പശുവിനെയോ പട്ടീനെയോ വല്ലതും കൊല്ലാം. പട്ടീനെ കൊന്നാൽ തിരിച്ച് കിട്ടും. പശു ഓടും കൊണ്ട് ഓക്കെ, അതും കിട്ടി. ഷിപ്പ്. കറുത്ത ഷിപ്പ്. മൂന്ന് ഷിപ്പ്. സെറ്റ്. അതെ. രാത്രിയാവാറായി. നമുക്ക് പെട്ടെന്ന് കിടക്കാം. ചത്താ പിന്നെ സീനാ. കയ്യിരിക്കുന്നെല്ലാം പോവും. രാത്രിയാവും പെട്ടെന്ന്. ഇങ്ങനെ ബെഡൊക്കെ ഇട്ട് കിടന്ന് പശുവൊക്കെ ഫുഡ് കഴിച്ചിട്ട് കിടക്കാം. രാത്രിയായി. കിടക്കാം. കിടക്കുന്നു. ഓക്കെ, സെറ്റ്. ഓക്കെ, സെറ്റ്. ബെഡ് എടുത്തോണ്ട് പോവാ. ഞാൻ ഇവിടെ കുറേ ആൾക്കാരെ കണ്ടായിരുന്നു. യെസ്, ഇവിടെ ഉണ്ട്. കൊച്ചു കള്ള ഉണ്ടല്ലോ. ഓക്കെ, മതി. ഇനി വെറുതെ തന്നെ കഴിഞ്ഞു കുറേ ആൾക്കാരെ കൊല്ലുന്നു. ഇപ്പോൾ ഫുഡ് ഇഷ്ടംപോലെ ഉണ്ടെന്നാ തോന്നുന്നത്. നമുക്കിനി വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. അങ്ങോട്ടങ്ങ് പോവാം. ചെയ്യുമേ ഗുണാക്കേവി വീണു ഗൈസ്. കമോൺ പോവാം. പിന്നെ ഒരു കാര്യമുണ്ട്. വെയിറ്റ്, ഞാൻ ഉണ്ടല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഇല്ല, ഞാൻ നേരത്തെ ഒരു മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. എനിക്ക് നോക്കട്ടെ. അന്നകത്ത് ഒരാൾ കമൻ്റ് ഇട്ട്, കം വിത്ത് മീ പ്ലേ എ വേൾഡ് LP5. സത്യം പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എനിക്ക് മനസ്സിലായില്ല. വി ക്യാൻ പ്ലേ, അതെനിക്ക് മനസ്സിലായി. നമുക്ക് കളിക്കാമെന്ന്. LP5 എന്ന് പറഞ്ഞാൽ എന്നാ സംഭവം എനിക്ക് പിടികിട്ടിയില്ല. ഒന്ന് തെളിച്ച് പറയുവാണ് സെറ്റായിരുന്നേനെ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇന്നലെ ആകെ ഒറ്റ കമൻറ്റേ ഉള്ളായിരുന്നു. എന്നാ പരിപാടിയാണ് നോക്കിയേ. ലൈക്കോ 6-7 ലൈക്ക്. എന്താ ഇങ്ങനെയൊക്കെ? ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുക. ഇച്ചിരി സപ്പോർട്ട് തരുവാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഉത്സാഹമാകത്തില്ല. ഇച്ചിരി സപ്പോർട്ടൊക്കെ താ. അപ്പോൾ നമുക്ക് പോവാം. എൻ്റെ പണി ജസ്റ്റ് സ്റ്റക്കുണ്ട്. കുഴപ്പമില്ല. പോവാം. എനിക്ക് എങ്ങനെയെങ്കിലും വില്ലേജ് കണ്ടുപിടിക്കണം. കോള്. എൻ്റെ പൊന്നെ, ജസ്റ്റ് മിസ്. ഇവിടെ കോളുണ്ട്. കോളെടുത്താലോ? നമുക്ക് താഴോട്ട് പോകണം. താഴെ വലിയ കുഴിയാണ്. അത് പോകണമെങ്കിൽ വെള്ളമുണ്ട് അവിടെ. പക്ഷെ അവിടെ വെള്ളം ഇവിടെ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ വീടായിരുന്നു. ഇതേ വെള്ളം. അങ്ങോട്ട് പോവാം. ചല്ലേ. ഹെൽത്ത് ഫുഡ് എന്തി ഹെൽത്ത് പോയി. കുറച്ചധികം കോളുണ്ട്. കോള് നമുക്ക് വേണം. ടോർച്ചൊക്കെ ഉണ്ടാക്കാനുള്ള. അവിടെ വെള്ളത്തിൽ ചാടം. സോംബിയുടെ അണ്ണാക്കി തന്നെ കയറി. വാടാ. നീ ആണാണേ വാ. എന്നാ വരത്തില്ല. നീ വാടാ. നിന്നെ അടിച്ചിട്ടുള്ളൂ. അയ്യോ, എൻ്റെ ആക്സ് പൊട്ടി. ബ്രോ. അതുപോലെ പറഞ്ഞാൽ നിന്നെ കൊന്നിട്ടുള്ളൂ. ഇത് കുറേ ഉണ്ടല്ലോ. എന്താ എന്താ പോടാ. നീക്ക എനിക്ക് വയ്യ. നിങ്ങൾ ചീട് പിള്ളേരെ. അതുകൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യുന്നില്ല. എനിക്ക് പോകണം. വരുന്നത് ഇവന്. അവിടെ നിങ്ങൾക്ക് വട്ടാണോടാ? പോടാ നിങ്ങളൊക്കെ. എന്നാ ചെയ്യാം? ഞാൻ പാവല്ലോടാ. അവന് നെഞ്ചത്തിരുന്ന സാധനം കിട്ടി. സെറ്റ്. ഇവിടെ ഇതൊക്കെ പെറുക്കാം നമുക്ക്. ഇതൊക്കെ ആവശ്യമുള്ളതാ. അങ്ങനെ നമുക്ക് ഇത് കിട്ടി. അയൺ കിട്ടി. സെറ്റ് അയൺ കിട്ടിയപ്പോൾ പിന്നെ സീനാ. പ്രത്യേകിച്ചൊന്നും വേണ്ട. നമുക്ക് ഇനി കോളും കൂടെ പിറക്കണം. ഇത്രയേ ഉള്ളൂ. കോള് ആരാണ്ടോ. പൊന്നു മോനെ, എനിക്ക് വയ്യ ഫൈറ്റ് എടുക്കാൻ. അതുകൊണ്ട് ഞാൻ പോവാ. ഞാൻ നിങ്ങളെ ഡിസ്റ്റർബും ചെയ്യുന്നില്ല. ഞാൻ പോവാ. ഇത് വലിയ കുരിയാടാ. ഒരു ഇല്ലല്ലോ. ഇവിടെ ഒരു കോളുണ്ട്. ഇവിടെ എന്തി പെട്ടെന്ന് എടുത്തോണ്ട് പോവാ. ഇവിടെ ക്രീപ്പർ ബാക്കിയുള്ള എല്ലാ സാധനവും ഉണ്ട്. 2 കോളും കൊണ്ട് ഞാൻ എന്നാ വാങ്ങാൻ കാണിക്കാന്. ഇതേ അടുത്ത ഗുണാക്കേവ്.
എന്താ എനിക്ക് ഇച്ചിരി അധികം വേണം കോള്. അതായത് ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അകത്തോട്ട് കയറാതെ പറഞ്ഞാൽ കുറെ ക്രീപ്പർ ബാക്കിയുള്ള എല്ലാ സാധനവും ഉണ്ട്. പേടിയൊന്നുമില്ല. പേടി നമുക്കൊരു സീനില്ലാത്ത കാര്യമാണ്. ഇല്ലാത്ത കാര്യമാണ്. ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ നിർത്തും. എനിക്കൊരു അത്യാവശ്യമൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് പോവാം. അമ്മേ എന്തുവാ? ഞാൻ വെള്ളത്തിൽ വീണോ? ഇപ്പം ചാവും. ജസ്റ്റ് മിസ് ബ്രോ, ജസ്റ്റ് മിസ്. ഞാൻ ഇപ്പം ചാവും, ഉറപ്പാ. അത് ഉറപ്പായി. ഞാൻ ചത്ത് വീഡിയോ മിക്കവാറും എൻ്റെ അടിക്കും ഉറപ്പാ. കേറടേ. അമ്മേ, ഞാൻ അവിടെ നിന്ന് വീണ്. ഞാൻ കണ്ടില്ല. ഞാൻ വേറെ കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഹെൽത്ത് കണ്ടോ? സെറ്റ്. ഞാനിപ്പം ചത്തേനെ. അപ്പോൾ ഞാനിപ്പം എത്ര ഹെൽത്തൊക്കെ കുറഞ്ഞല്ലേ. ഞാൻ വേറൊരു പുതിയ വീഡിയോയിലേക്ക് വരാം. ആരും കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ അകത്തിരിക്കാൻ പോവാം. അപ്പം ഇനി നമുക്ക് ഇപ്പം അയൺ കിട്ടി. അങ്ങനെ ഓരോരോ ഇതിൽ പോകണം. അപ്പം വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവാണ്. ചാനൽ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം